These 5 skills can make you unstoppable. So, skill number 5, take all responsibilities in your life. അതായത് നമ്മൾ എല്ലാ ആൾക്കാരും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നടന്ന സംഭവത്തിന് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയ സംഭവത്തിന് മറ്റുള്ള ആൾക്കാരെ ബ്ലെയിം ചെയ്യും. ഇൻസ്റ്റെഡ് ഓഫ് ബ്ലെയിമിങ് അതേഴ്സ്, ടേക്ക് ദാറ്റ് ആൾ റെസ്പോൺസിബിലിറ്റീസ്. അതായത് അതിനടുത്ത കോഴ്സ് റെഡി ആയില്ല, അല്ലെങ്കിൽ എൻ്റെ പാരൻസ് ആണ് എന്നെ കോഴ്സ് എടുക്കാൻ പ്രേരിപ്പിച്ചത്, എൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം റെഡി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇഷ്ടമില്ലാത്ത ഈ ജോലി ചെയ്യണം. സോ ഇങ്ങനെ നമ്മുടെ ലൈഫ് നടന്ന എന്തെങ്കിലും സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം കിട്ടിയ സംഭവം അതിന് മറ്റുള്ള ആൾക്കാരെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ഓലാണ് അതിന് കാരണം എന്ന് പറയുന്നത് പകരം, സോ ടേക്ക് റെസ്പോൺസിബിലിറ്റീസ്, ദെൻ സെറ്റ് ഗോൾസ് ആൻഡ് വർക്ക് ഫോർ ദാറ്റ് ഗോൾസ്. സോ സ്റ്റിൽ നമ്പർ 4, മാനേജിങ് പേഴ്സണൽ ഫിനാൻസ്. അതായത് എല്ലാ ആൾക്കാരും വിചാരം എന്താ വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ പൈസ കിട്ടട്ടെ, അല്ലെങ്കിൽ ഞാനൊന്നും കൂടി റിച്ച് ആവണമെങ്കിൽ എനിക്ക് കൂടുതൽ മണി വേണം. യു ഡോണ്ട് നീഡ് ഏൺ മോർ മണി ഫോർ ബി ഫിനാൻഷ്യലി ഫ്രീ. അതായത് എല്ലാ ഇൻവെസ്റ്റേഴ്സും പറയുന്ന ഒരു സിമ്പിളായിട്ടുള്ള കോട്ടാണത്. അതായത് നമുക്ക് വലിയ റിച്ചസ്റ്റിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ഫിനാൻഷ്യലായിട്ട് ഫ്രീ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കണമെന്നില്ല. ബട്ട് നമ്മളെങ്ങനെ അതിനെ മാനേജ് ചെയ്യുന്നു, കിട്ടിയ പൈസ എങ്ങനെ നമുക്ക് ആ ഫൈനാൻഷ്യലായിട്ട് ആ ഒരു ഇൻഡിപെൻഡൻറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടിയ പൈസ എങ്ങനെ മാനേജ് ചെയ്യുന്നു, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എങ്ങനെ സേവ് ചെയ്യുന്നു, എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് കാരണം ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്തുക. സോ സേവ് ആൻഡ് ഇൻവെസ്റ്റ് യുവർ മണി ബിഫോർ യു സ്പെൻഡ്. സോ സ്കിൽ നമ്പർ 3, കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് എ മസ്റ്റ്. പ്രത്യേകിച്ച് നമ്മളപ്പോഴത്തെ മോഡേൺ വേൾഡ്, നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ എടുത്ത് നോക്കി, ഓൾക്ക് ഒരാളോട് സംസാരിക്കാൻ, ഒരാളോട് ചിരിക്കാൻ, ഒരാളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും നമ്മൾക്ക് ആരുടെ മടി ഉണ്ടാവില്ല. ബട്ട് നമ്മളിപ്പോഴത്തെ മോഡേൺ സൊസൈറ്റി, പ്രത്യേകിച്ച് നമ്മൾ യങ് ജനറേഷൻ്റെ ആൾക്കാരുടെ ഇടയിലും പ്രത്യേകിച്ച് ഒരു ഈഗോ ആയിക്കാരം. നമ്മളെ ഓപ്പോസിറ്റ് ആളെ കണ്ടാൽ നമുക്ക് ഈഗോ, ആളുടെ ഇടയിൽ ഒന്നും കൂടിയും ഞാൻ റിച്ച് ആണ് അല്ലെങ്കിൽ എനിക്ക് ഐഫോൺ ഉണ്ടെന്നൊക്കെ കാണിക്കണം, ആളോട് സംസാരിക്കാൻ അറിയാം, ഇനി ഒന്നുമല്ല ഒരു സ്റ്റേജിൽ പോയിരുന്ന് സംസാരിക്കാൻ പറഞ്ഞു പോലും, ബട്ട് നമുക്ക് ആർക്കും കഴിയില്ല. സോ കമ്മ്യൂണിക്കേഷൻ പറയുന്നത് ഒരാളോട് കമ്മ്യൂണിക്കേഷൻ അല്ല ഞാൻ പറഞ്ഞു തരുന്നത്, ഒരാളോട് ഒരു സംസാരിക്കാൻ ഒരു കഴിവ്, ഈ കമ്മ്യൂണിക്കേഷനിൽ ആക്റ്റീവ് റീകോള്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഐ കോണ്ടാക്ട്, ഈ സംഭവങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരാളോട് മര്യാദക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഏത് ബിസിനസ് തുടങ്ങിയിട്ടും കാര്യം ഉണ്ടാവില്ല. ബിക്കോസ് യുവർ 99% ഓഫ് സക്സസ് കം ഫ്രോം ഹൗ യു ഡീൽ വിത്ത് പീപ്പിൾ. കാരണം നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും, നമ്മൾ എന്ത് കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും, നമ്മൾ എന്ത് ബിസിനസ് ഉണ്ടാക്കി കഴിഞ്ഞാലും അത് കാണേണ്ട ആൾക്കാരും അത് വാങ്ങേണ്ട ആൾക്കാരും മനുഷ്യന്മാരാണ്. സോ ഓലെ ഡീൽ ചെയ്യാൻ, ഓലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡീൽ ചെയ്യാൻ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ വി വിൽ ഫെയിൽ. സോ സ്കിൽ നമ്പർ 2, ട്രീറ്റ് ഫെയിലിയർ ആസ് എ ഓപ്പർച്യൂണിറ്റി. അതായത് എല്ലാ ആൾക്കാരും ഗോൾ സെറ്റ് ചെയ്യും, എനിക്ക് എൻ്റെ ലൈഫിൽ ഇവിടെ എത്തണം, ഈ സംഭവങ്ങൾ ചെയ്യണമെന്നൊക്കെ കരുതിയിട്ട് ഗോൾ സെറ്റ് ചെയ്യും, അതിനു വേണ്ടി വർക്ക് ചെയ്തെടുത്തും. സോ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഓലെന്ത് ചെയ്യും, ക്വിറ്റ് ചെയ്യും, ഓന് തോൽക്കും. എങ്ങനെ വെച്ചാൽ ശരിക്ക് തോൽവി പറഞ്ഞാൽ നമ്മൾ ക്വിറ്റ് ചെയ്യുമ്പോഴാണ്, അതായത് നമ്മൾ ചെയ്യുന്ന സംഭവം നിർത്തുമ്പോഴാണ് നമ്മളെ ഓൾറെഡിക്ക് ലൈഫിൽ നമ്മൾ ശരിക്കും നോക്കണത് നമ്മളൊരു സംഭവം തുടങ്ങിയിട്ട് അതൊക്കെ ഞാൻ ക്വിറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലാതെ നമ്മൾ അതിൻ്റെ ചെറിയ ചെറിയ ഫെയിലിയേഴ്സ് വരുമ്പോഴല്ല. മെയിൻ ആയിക്കാളും ആൾക്കാർ എപ്പോഴും ക്വിറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് സംഭവം തുടങ്ങും 3 സ്റ്റേജ് അല്ലത്. ഒന്ന് ഫസ്റ്റത്തെ സ്റ്റേജ് ഒരു എൻഗേജ്മെന്റ് സ്റ്റേജ് എന്നാണ് പറയാം, തിയറി വൈസ് ഞാൻ പറയാം കേട്ടോ. അതായത് നമുക്ക് 3 സ്റ്റേജ് ഉണ്ട്. ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു 3 സ്റ്റേജ് ഉണ്ടാവും നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ. ഫസ്റ്റത്തെ സ്റ്റേജ് എൻഗേജ്മെന്റ് സ്റ്റേജ്, നമുക്ക് അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ നല്ല താല്പര്യക്കാരൻ, എനിക്ക് അവിടെ എത്തണം, ഇവിടെ ഇത്ര സബ്സ്ക്രൈബേഴ്സ് എത്തണം, എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ എൻഗേജ്മെന്റ് ആയിക്കാരം. നമ്മൾ നല്ല വർക്ക് 1 മാസം 2 മാസം നല്ല ഡെയിലി വർക്ക് ചെയ്യും, കൺസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യും. സോ പിന്നെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ എത്തും, ഒരു കമ്പാറ്റബിലിറ്റി. അതായത് ആ സ്റ്റേജ് പറയണത് ആ സ്റ്റേജിൽ നമുക്ക് നിന്നാൽ റിസൾട്ട് കാണാത്ത സ്റ്റേജാണ്. അതായത് ആ ഏരിയ, അതായത് ഫസ്റ്റത്തെ സ്റ്റേജ് നമുക്ക് നല്ല എൻഗേജ്മെന്റ് ഉണ്ട്, ഇവിടെ വെച്ചാൽ നമ്മൾ ഡെയിലി 1.5 മാസം 2 മാസം നമ്മൾ ആ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. പിന്നെ 2 മാസം കഴിയുമ്പോൾ റിസൾട്ട് കാണാത്തൊരു സമയം വരും. അതായത് എത്ര നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ഇട്ടിട്ടും ആ ഒരു റിസൾട്ട് കാണാത്ത സമയം വരും. അതാണ് ആ രണ്ടാമത്തെ ഏരിയ. സോ അവിടെയാണ് മിക്ക ആൾക്കാരും ക്വിറ്റ് ചെയ്യുക. സോ ഇവിടുന്നും നമ്മൾ റിസൾട്ട് ഇല്ലാന്നുണ്ടെങ്കിലും റിസൾട്ട് ഡസൻറ്റ് മാറ്റർ, ഐ വിൽ വർക്ക് എന്ന് പറഞ്ഞാൽ പിന്നെയും വർക്ക് ചെയ്ത് ആ 3ാമത്തെ സ്റ്റേജിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ലൈഫിൽ സക്സസ് ആകാൻ പറ്റുള്ളൂ. അതായത് ആ 3ാമത്തെ സ്റ്റേജാണത് റിസൾട്ട് ബേസ്ഡ് സ്റ്റേജ്. അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് സംഭവം ചെയ്യുമ്പോൾ നല്ല എൻഗേജ്മെന്റ് ആയിക്കാരം, ഇത് ചെയ്യണം അത് ചെയ്യണം. പിന്നെ നമുക്ക് അതിൻ്റെ റിയൽ പ്രോബ്ലത്തിലൂടെ നമ്മൾ എത്തും, ഒന്നുകൂടി നമ്മൾ കൂടുതൽ എഫേർട്ട് എൻ്റെ സമയം വരും, അപ്പം നമുക്ക് റിസൾട്ട് ഒന്നും കാണാൻ പറ്റില്ല. സോ അവിടെയാണ് മിക്ക ആൾക്കാരും ക്വിറ്റ് ചെയ്യുക. പിന്നെ അവിടുന്നും കൂടി നമ്മൾ ഒന്നും കൂടി ഓവർകം ചെയ്താലുള്ളൂ നമ്മൾ ആ സക്സസിലൂടെ എത്താൻ പറ്റുക. സോ നമ്മൾ ഇത്ര കൊടുത്താൽ മതി. നമ്മളെപ്പോഴും ലൈഫിൽ ഫെയിലിയർ ആവുന്നത് നമ്മൾ എന്ത് സംഭവം തുടങ്ങിയിട്ടും അത് ക്വിറ്റ് ചെയ്യുമ്പോഴാണ്. അത് ഒരിക്കലും ഡെയിലി കൺസിസ്റ്റൻ്റ് ഇങ്ങനെ സംഭവം ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും ഫെയിലിയർ ആവില്ല. ഡെയിലി 1% ബെറ്ററാക്കി ഇങ്ങനെ കൊണ്ടുവരാം. സോ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, ഫെയിലിയറിനെ ഓവർകം ചെയ്യാനൊരു പരിപാടി ഞാൻ പറയുന്നത്. അതായത് ഞാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ എന്ത് സംഭവം തുടങ്ങുമ്പോഴും അത് ആദ്യം ഫെയിൽ ആവും.
അല്ലെങ്കിൽ കുറച്ചത്തെ സംഭവങ്ങൾ ഫസ്റ്റ് കുറച്ച് ചെയ്യുന്ന സംഭവങ്ങൾ എന്തായാലും ഫെയിൽ ആവും നിങ്ങൾ മനസ്സിലാക്കില്ല. അതായത് ഇപ്പോൾ എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് കുറേ സബ്സ്ക്രൈബേഴ്സ് എത്തണമെന്നല്ല, അല്ലെങ്കിൽ ഇതെത്തണമെന്നോ ഇത്ര വ്യൂസ് വേണമെന്നല്ല. സോ ഫസ്റ്റത്തെ ഒരു 100 അല്ലെങ്കിൽ 150 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും, അതൊരു ട്രൈ ചെയ്യാൻ. അതായത് അതിന് ലേൺ ചെയ്യാം, എൻ്റെ കമ്മ്യൂണിക്കേഷൻ അതിൽ ബെറ്റർ ആക്കുക, അതുപോലെ തന്നെ സ്റ്റുഡിയോൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ, ക്യാമറ സെറ്റപ്പ് ചെയ്ത് പഠിച്ചാൽ, ലൈറ്റിംഗ് സെറ്റപ്പ് ചെയ്ത് എന്തും കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സംഭവങ്ങൾ ലേൺ ചെയ്ത സംഭവങ്ങൾ കൂടി എന്ത് ചെയ്യുക, ബെറ്റർ ആക്കിയാണ് കണ്ടന്റുകൾ ഉണ്ടാക്കുക. സോ ഫസ്റ്റത്തെ ഒരു 100, 150 വീഡിയോസ് ഒന്നും എന്ത് ചെയ്യരുത്, ഞാൻ ഒരിക്കലും റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഈ കിട്ടിയാൽ ആസ് എ ഗുഡ്, അല്ലാതെ അതിന് മാത്രമേ ഒബ്സസ് ചെയ്ത് നിൽക്കില്ല. സോ അതിന് പകരം എന്ത് ചെയ്യുക, ആ കൺസിസ്റ്റൻസി നിൽക്കുക. സോ ഫൈനലി സ്കിൽ നമ്പർ 1, അഡാപ്റ്റബിലിറ്റി. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മോഡേൺ വേൾഡിൽ നമുക്ക് വേണ്ട ഒരു സ്കില്ലാണ്. അതായത് മോഡേൺ വേൾഡ് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മളിങ്ങനെ ഡെവലപ്പായി ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഫുഡിൻ്റെ കേസിൽ, ഹെൽത്തിൻ്റെ കേസിൽ, ഹോസ്പിറ്റലിലൊക്കെ കേസിൽ ഓരോ ദിവസം ഒരു ഡെവലപ്പായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. സോ ആ ഡെവലപ്പായ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആ പുതിയ മെത്തേഡ്സ്, ആ പുതിയ വേസ് നമ്മളെ സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കാനുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സംഭവമാണ്, അതിൻ്റെ ബിസിനസ്സാണ്, ആ സംഭവത്തിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെയിൽ ആവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ ആൾക്കാർ അത് ചെയ്യും, നമ്മളപ്പോൾ കോമ്പറ്റീഷൻ ചെയ്യുന്ന ആൾക്കാർ ആ സംഭവം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാം, ഓൽക്കാരം ഓഡിയൻസ്, കസ്റ്റമേഴ്സ് ഇപ്പോൾ കൂടുതൽ പോകുക. സോ എന്ത് സംഭവങ്ങളും ഇപ്പോൾ ബിസിനസ്സിൽ പുതിയ സംഭവങ്ങളുടെ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ പുതിയ തിയറി, പുതിയ മെത്തേഡ് സംഭവങ്ങളൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സോ വേഗം അത് നമ്മുടെ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. സോ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു. സീ യു ഇൻ ദി അനദർ വീഡിയോ.